Hi friends, welcome to Roshni's vlog. ഇന്ന് നമ്മൾ ബീഫ് പറാത്തയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് ബീഫ് പറാത്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ബീഫ് പറാത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കാതെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് അവിടെ നിന്ന് വേകട്ടെ. നമുക്ക് പറാത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. പറാത്തയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇതൊരു 10 മിനിറ്റ് കൂടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബീഫ് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ബീഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് അല്പം വെള്ളമുണ്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം ബീഫിലെ വെള്ളമെല്ലാം നമ്മൾ വറ്റിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ആറാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ആറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ ബീഫ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. ഈ എണ്ണയിലിട്ടതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കിനും ഇതിൻ്റെ വെള്ളമയമൊക്കെ മാറി നല്ല ഡ്രൈ ആയി കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബീഫ് നമ്മൾ ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പറാത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് 3-4 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ ഒരു 2 പച്ചമുളകും ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ നമുക്കിപ്പം ചേർക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഇതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് സവോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ വാടി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഞാൻ ചേർക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ നമ്മുടെ കറി ലീവ്സ് ചേർത്താലും മതി. നമ്മുടെ സവോള എല്ലാം നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അല്പം കുറച്ച് വെച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം മസാലയെല്ലാം മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊട്ടറ്റോ വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചേർക്കുന്ന അത്രയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്താൽ മതിയാവും. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ പറാത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മാവൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക.
അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോളാക്കി എടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ എല്ലാ പറാത്തയും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പറാത്ത എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഈ 2 സൈഡും നന്നായിട്ട് ചുട്ടെടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയ ബീഫ് പറാത്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.